CPIM സിന്ദാബാദ്. ലോക്കൽ കമ്മിറ്റിയും മൂന്നാർ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഈ പ്രതിഷേധ സമരം നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് ഈ 1000 രൂപ പെൻഷൻ കൊണ്ടുവന്നത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 2 മാസക്കാലം കൊണ്ട് ഈ LDF തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും അവസാനിപ്പിക്കുകയുണ്ട്. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി നമ്മുടെ പഞ്ചായത്തിൽ 3000-ലധികം പേര് സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസം 3 മാസം ഒക്കെ 1000 രൂപ വീടുകളിൽ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിർത്തലാക്കി UDF ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതായിരുന്നു നമ്മുടെ LDF കാലത്ത് ഉണ്ടായിരുന്നത്. അതിന് വേണമെങ്കിൽ ബാങ്കിൽ പോയി വാങ്ങിക്കുവാനാണ് UDF സതീശന്റെ ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടി. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ദുർബലരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരുന്ന 1000 രൂപ പെൻഷൻ നിർത്തലാക്കി. എല്ലാ കിടപ്പുരോഗികളും വയസ്സായവരും നടക്കാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് അവരവരുടെ വീടുകളിലാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ വാർദ്ധക്യകാലം വിവിധ സേവനങ്ങൾ അത് നിർത്തലാക്കി. ഇവിടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള പരാജയമായിരുന്നു. ഇപ്പൊ ചിരിയുണ്ട്. ആർക്ക്? മുഖ്യമന്ത്രിക്ക് ചിരിയുണ്ട്. നമ്മുടെ ചിരി കോടി. ഇത് മനസ്സിലാക്കി ഇനിയുള്ള വരും നാളുകളിൽ സകലമുഖത്തേക്ക് എല്ലാ ജനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി അണിനിരത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിനെതിരായി വലിയ പോരാട്ടം സംഘടിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാര്, സഹോദരന്മാർ കൂടി ഉണ്ട്. സഹോദരിമാർക്ക് പുറമെ CPIM നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ നൂറുകണക്കിന് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തണമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ പല സ്ത്രീകൾക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി 2 മാസത്തെ കിട്ടിയിട്ടുണ്ടാകും. ആ 2 മാസം തന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്നാൽ കാലത്ത് 5 മണി മുതൽ രാത്രി 11 മണി വരെ ജോലി ചെയ്യേണ്ടവരാണ്. ഓരോ വീട്ടിലും എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നവർ സ്ത്രീകളാണ്. ഏറ്റവും അവസാനം ഉറങ്ങുന്നവർ സ്ത്രീകളാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന പുരുഷന്മാർ ഏണിംഗ് മെമ്പർ എന്ന നിലയിൽ ചിലപ്പോൾ മറ്റ് ജോലികൾക്കൊക്കെ നേരത്തെ പോകുന്നവരായിരിക്കും.
സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്ന ഈ കഠിനാധ്വാനത്തിന് ഒരു പരിഗണന നൽകണമെന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചത്. മറ്റൊരു വരുമാനവുമില്ലാത്ത വീട്ടമ്മമാർ അപ്പോൾ വരുമാനം കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ജോലിക്ക് പോകണം. കുറേ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരുണ്ട്, കടയിൽ നിൽക്കാൻ പോകുന്നവരുണ്ട്, മറ്റു ജോലികൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഒരു ജോലിക്കും പോകാത്ത ധാരാളം വീട്ടമ്മമാരുണ്ട്. അവർക്ക് ഒരു ചെറിയ സഹായം നൽകുക എന്നതാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ ഇടത്